ഹലോ, നമ്മുടെ +1 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇനി ഒരുപാട് പോർഷൻസ് ഉണ്ട് അല്ലേ? വളരെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്നാ ഈ കാര്യം കൂടി നിങ്ങൾ കേട്ടോ. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ഡെഫിനറ്റായിട്ടും പഠിച്ചിട്ടുണ്ടാവണം. കാരണം നിങ്ങളുടെ പബ്ലിക് എക്സാമിന് എന്തായാലും ഈ ചോദ്യങ്ങൾ ഉണ്ടാവും. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇപ്പം നിങ്ങൾക്ക് കാണുന്ന ചോദ്യം എന്താ? വാട്ട് ഡു യു മീൻ ബൈ ഫ്ലോയിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്? ലിസ്റ്റ് ഔട്ട് 2 മെറിറ്റ്സ് അല്ലേ? ഫ്ലോയിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് എന്താണ്? 2 മെറിറ്റ് നിങ്ങൾ പറയണം. ചോദ്യം ഇങ്ങനെ ആയിരിക്കാം. വാട്ട് ഡു യു മീൻ ബൈ റീറ്റെയിൻഡ് ഏർണിങ്സ്? റീറ്റെയിൻഡ് ഏർണിങ്സ് സെയിം ആൻസർ അല്ലേ നിങ്ങൾ എഴുതേണ്ടത്? റീറ്റെയിൻഡ് ഏർണിങ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലും ഫ്ലോയിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലും നിങ്ങൾ ഒന്ന് തന്നെയാണ് എഴുതേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കുകയാണ്, ബാക്കി എല്ലാ സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ് കൺസിഡർ ചെയ്യുന്ന സമയത്തും റീറ്റെയിൻഡ് ഏർണിങ്സ് വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ ആണ് എന്നുള്ളത് എന്തുകൊണ്ടെന്ന് ചോദിക്കും. അപ്പോഴും നിങ്ങൾ എഴുതേണ്ടത് എന്താ? റീറ്റെയിൻഡ് ഏർണിങ്സിന്റെ മെറിറ്റ്സ് ആണ്. അപ്പൊ ചോദ്യങ്ങൾ ഏത് രീതിയിലും വേണമെങ്കിലും നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. മാറ്റി മാറ്റി ചോദിക്കും, പക്ഷേ ആൻസർ ഒന്ന് തന്നെയായിരിക്കും. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. റെഡിയാണല്ലോ? അപ്പൊ ഇതിന്റെ ആൻസർ എന്താ? നമ്മുടെ ഓർഗനൈസേഷൻ സമ്പാദിക്കുന്നതിന്റെ, അതായത് നെറ്റ് ഏർണിങ്സിന്റെ, ടാക്സും അതുപോലെ തന്നെ ഇൻട്രസ്റ്റും കഴിച്ചിട്ടുള്ള നെറ്റ് നമ്മൾ ബിസിനസ്സിൽ തന്നെ സൂക്ഷിച്ചു വെക്കും. ആ സൂക്ഷിച്ചു വെക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ റീറ്റെയിൻഡ് ഏർണിങ്സ് അല്ലെങ്കിൽ ഫ്ലോയിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? മെറിറ്റ്സ് നോക്കുകയാണെങ്കിലോ ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് ഇത്തരത്തിലുള്ള ചിലവുകളൊന്നും നമുക്ക് ഇതിന് വരുന്നില്ല. പിന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എത്ര വേണമെങ്കിലും നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അടുത്ത ചോദ്യം, റൈറ്റ് എനി 4 ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയർ ആൻഡ് ഡിബഞ്ചർ. നമുക്കറിയാം ഷെയർ എന്ന് പറയുന്നത് കമ്പനിയുടെ ഓണേഴ്സിന്റെ ഫണ്ടാണ്. ഡിബഞ്ചറോ ബോറോഡ് ഫണ്ടാണ്, അതായത് ക്രെഡിറ്റേഴ്സ് ആണ് അല്ലേ? ഷെയർ നമുക്ക് അല്ലെങ്കിൽ ഷെയർ വാങ്ങുന്നതിന്, ഷെയർ ക്യാപിറ്റൽ വഴി എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ അവർക്ക് കൊടുക്കുന്ന എമൗണ്ട് ആണ് ഡിവിഡൻഡ് അല്ലേ? എന്നാൽ ഡിബഞ്ചേഴ്സിന് നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് എന്താ? ഇൻട്രസ്റ്റ് ആണ് അല്ലേ? ഇവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട്, ഇവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഇല്ല. ഷെയർസ് ഒരിക്കലും നമുക്ക് ഡിബഞ്ചേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷേ പല ഡിബഞ്ചേഴ്സും നമുക്ക് എന്ത് ചെയ്യാം? കുറെ കാലം കഴിയുമ്പോൾ അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നോക്കിയിട്ട് നമുക്കത് ഷെയർസിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അത് ഒരിക്കലും നമ്മുടെ അസറ്റിനെ ബാധിക്കുന്നില്ല. പക്ഷെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മുടെ അസറ്റിനെ അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ 4 മാർക്കിന്റെ ചോദ്യമായിട്ട് മാത്രമേ ചോദിക്കുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ 5 പോയിന്റ്സ് തന്നിട്ടുണ്ട്. 5ഉം പഠിക്കുക. ചിലപ്പോൾ ഒരെണ്ണം മറന്നു പോയാൽ നമ്മുടെ കയ്യിൽ ബാക്കപ്പ് ആയിട്ട് ഒരെണ്ണം വേണ്ടേ? വേണം അല്ലേ? അടുത്ത ചോദ്യം ഇതാണ്, ഇക്വിറ്റി ഷെയർസിന്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത്. ഇതും സാധാരണയായിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്താ നമുക്ക് എഴുതാൻ പറ്റുക? ഡിവിഡൻഡ് കൊടുക്കണം നിർബന്ധമില്ല. നമുക്കൊരു പെർമനന്റ് ക്യാപിറ്റൽ ആയിട്ട് ഇത് എപ്പോഴും നമ്മുടെ ഓർഗനൈസേഷനിൽ ഉണ്ടാവും. പിന്നെ കമ്പനിയുടെ ക്രെഡിറ്റ് വർത്ത്നെസ് ഇത് കൂട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരു തരത്തിലും അസറ്റ്സിന്റെ മുകളിൽ ഒരു ചാർജും ക്രിയേറ്റ് ചെയ്യുന്നില്ല. തൊട്ടു മുന്നേ നമ്മൾ ആ ഡിഫറൻസ് കണ്ടതാണ് അല്ലേ? ഡിബഞ്ചർ ക്രിയേറ്റ് ചെയ്യുന്നില്ലേ? പക്ഷെ ഷെയർ അത്തരത്തിലുള്ള ഒരു ചാർജും ക്രിയേറ്റ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത ചോദ്യം എന്താണെന്നറിയോ? എക്സ്പ്ലെയിൻ ദ വാരിയസ് സോഴ്സ് ഓഫ് ഫിനാൻസ് അവൈലബിൾ ഫോർ ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് ഇൻ അവർ കൺട്രി. നമ്മുടെ 8ാമത്തെ സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസിലെ ക്ലാസിഫിക്കേഷൻസ് എന്താണ്? നമ്മൾ ക്ലാസിഫിക്കേഷൻസ് ഒരുപാട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് എക്സ്റ്റേണൽ സോഴ്സ് ആണ്. അത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇന്റേണൽ സോഴ്സ് ചോദിക്കാം, ഓണേഴ്സ് ഫണ്ടുകൾ ചോദിക്കാം, ഇനി അതും അല്ലെങ്കിൽ ബോറോഡ് ഫണ്ട് എന്നുള്ള കാറ്റഗറിയിൽ നിന്നായിരിക്കാം. അപ്പോൾ ഓരോ കാറ്റഗറിയും പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ വളരെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എഴുതാം. എന്തൊക്കെ എഴുതാം? ഡിബഞ്ചർ എന്താണ്, ലോൺ എന്താണ്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്താണ്, പബ്ലിക് ഡെപ്പോസിറ്റ് എന്താണ്, ലീസ് ഫിനാൻസിങ് എന്താണ്, കൊമേഴ്ഷ്യൽ പേപ്പർ എന്താണ്. അപ്പൊ എല്ലാം കൂടി മൊത്തം ഒന്ന് കമ്പൈൻ ചെയ്ത് എഴുതുന്ന സമയത്ത് നമുക്കൊരു 2.5 പേജസ് എന്തായാലും ഉണ്ടാവണം. ഓക്കെ, അപ്പൊ അത്രയും എഴുതാൻ പാകത്തിൽ വേണം നമ്മൾ നമ്മുടെ ആൻസർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി entrepreneurship can really take India to the heights of becoming a super economic power. ഓണ്ടർപ്രണർഷിപ്പ്, സംരംഭകത്വം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മുടെ ഇന്ത്യയുടെ എക്കണോമിക് കണ്ടീഷനെ മൊത്തത്തിൽ അങ്ങ് മാറ്റിമറിക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ അതിന് ഏറ്റവും ഉയരത്തിൽ കൊണ്ടുപോകാൻ കെൽപ്പുള്ള ഒരു കൺസെപ്റ്റ് ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കുന്നുണ്ടോ? ഡിസ്കസ് എനി 4 ഫീച്ചേഴ്സ് ഓഫ്
ഓൺടർപ്രണർഷിപ്പ് ഇൻ ഡീറ്റെയിൽ. അപ്പോൾ നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും യോജിക്കണം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ തന്നെയാണ് ആൻസർ എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതണം? ഡു യു എഗ്രി വിത്ത് ഇറ്റ് എന്ന് ചോദിക്കുമ്പോൾ യെസ് എന്ന് എഴുതിയിട്ട് എന്ത് എഴുതണം? യെസ്, ഐ ഡു എഗ്രി with the statement that എന്നിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് എടുത്ത് എഴുതുക. ഓക്കെ, എന്നിട്ട് ബി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് എഴുതാം? നമ്മുടെ ഓൺടർപ്രണർഷിപ്പിന്റെ ഏറ്റവും ഭംഗിയുള്ള ഫീച്ചേഴ്സ് എഴുതാം. 4 എണ്ണമാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ? ആൾക്കാരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. 2 രീതിയിൽ നിങ്ങൾക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം. ഒന്നാമത്തെ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് ഓൺടർപ്രണേഴ്സിന്, അതായത് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും കയ്യിലില്ലാത്ത ആൾക്കാർക്കും ചെറിയ രീതിയിൽ ഓൺടർപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇന്ന് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്പർ ഓഫ് ഓൺടർപ്രണേഴ്സ് വളർന്നു വരുന്നുണ്ട്. ഇതിലൂടെ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടുന്നുണ്ട്. ഒരുപാട് ഓൺടർപ്രണർഷിപ്പ് വരുന്ന സമയത്ത് ഒരുപാട് പ്രൊഡക്റ്റും സർവീസസും ഉണ്ടാവുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് ഉണ്ടാവുന്ന സമയത്ത് അത് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ആൾക്കാർക്ക് കിട്ടുന്ന സമയത്ത് അതവർ യൂസ് ചെയ്യുന്ന സമയത്ത് അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടുന്നുണ്ട് ഇല്ലേ? ഇനിയുള്ളത് എക്കണോമിക് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ്. എന്താ എക്കണോമിക് ഇൻഡിപെൻഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ തന്നെ ഉണ്ടാക്കുകയാണ്, നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ടാക്കുകയാണ്. സോ ഇതിലൂടെ ഡെഫിനറ്റ് ആയിട്ടും നമുക്ക് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആരെയും ഡിപ്പെൻഡ് ചെയ്യാത്തൊരു എക്കണോമി ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനിയുള്ളത് ബെനിഫിറ്റ്സ് ഓഫ് ന്യൂ ഫേംസ് ആൻഡ് ബിസിനസ്. സൊസൈറ്റിയിൽ പുതിയ പുതിയ ഫേമുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ മാർക്കറ്റ് ഡെവലപ്പ് ആവും. അതും പോട്ടെ, പുതിയ പുതിയ ഫേമുകൾ ഓൺടർപ്രണേഴ്സിന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഗവൺമെന്റ് ഒരുപാട് അസിസ്റ്റൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഈ 2 രീതിയിൽ നോക്കുകയാണെങ്കിലും പുതിയ ഓൺടർപ്രണർഷിപ്പ് വരുന്നത് എക്കണോമീനെ ഒരു റിച്ചസ്റ്റ് ഫോമിലേക്ക് കൊണ്ടുപോകും എന്ന് നമുക്ക് പറഞ്ഞൂടെ? ഇനിയുള്ളത് ക്രിയേഷൻ ഓഫ് ജോബ്സ്. എന്തായാലും ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് മിനിമം ഒരു 4-5 ആൾക്കാർ അവിടെ വേണം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതിന്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് ആൾക്കാരുടെ എണ്ണം കൂടും. അപ്പൊ അത്രയും ആൾക്കാർക്ക് എംപ്ലോയ്മെന്റ് കിട്ടും. പോവേർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും അല്ലേ? ഇനി എൻകറേജസ് ക്യാപിറ്റൽ ഫോർമേഷൻ. നിങ്ങൾ ഇനി ആലോചിച്ച് നോക്ക്, ഒരുപാട് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യും, ഒരുപാട് ആൾക്കാരുടെ ക്യാപിറ്റൽ കൊണ്ടാണ് ഓൺടർപ്രണർഷിപ്പ് വർക്ക് ചെയ്യുക. സോ സ്വാഭാവികമായിട്ടും ഒരുപാട് ക്യാപിറ്റൽ ഉണ്ടാവാനുള്ള സാധ്യത കൂടിയുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഈ ഒരു ആൻസർ നിങ്ങൾക്ക് ചെയ്തൂടെ? ഇനി 5 മാർക്കിന്റെ മറ്റൊരു ചോദ്യമാണ്. ഇതേ ചാപ്റ്ററിൽ നിന്നാണ്, നമ്മുടെ 9ാമത്തെ ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ്. വാട്ട് ആർ ദ മേജർ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ? നമ്മുടെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആയാലും ഓൺടർപ്രണർഷിപ്പ് ആയാലും ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട് അല്ലെ? എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അവർക്ക് ആവശ്യത്തിന് റോ മെറ്റീരിയൽസ് ഉണ്ടാവില്ല. കാരണം റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അല്ലെ, ആവശ്യത്തിന് പർച്ചേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്ക് ഉണ്ടാവില്ല. മാർക്കറ്റിംഗ് പ്രോബ്ലംസ് ഉണ്ടാവും. അവർക്ക് അവരുടെ പ്രൊഡക്റ്റ് ഒരുപാട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള മാർക്കറ്റിൽ പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യും? മിഡിൽ മാൻസ് എക്സ്പ്ലോയിറ്റ് ചെയ്യും. പിന്നെ കപ്പാസിറ്റി അണ്ടർ യൂട്ടിലൈസേഷൻ ആണ്. അവരുടെ കപ്പാസിറ്റി അവർക്ക് പൂർണ്ണമായിട്ടും ഉപയോഗിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അവരുടെ മെഷീനറി വെച്ച് അവർക്ക് 1000 പ്രോഡക്റ്റ് ഉണ്ടാക്കാം. പക്ഷെ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഇല്ല, റോ മെറ്റീരിയൽസ് ഇല്ല. അവർക്ക് 1000 യൂണിറ്റ് ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസ് ഇല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള കപ്പാസിറ്റി അവർക്ക് പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായിട്ടും പറ്റുന്നില്ല. ഇനിയുള്ളത് ടെക്നോളജിക്കൽ ഒബ്സൊളസൻസ് ആണ്. അവർ യൂസ് ചെയ്യുന്നത് തന്നെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള ടെക്നോളജീസ് ആയിരിക്കും. ടെക്നോളജി മാറുന്നതിനനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റലുണ്ടാവില്ല? അവർക്ക് ആ ടെക്നോളജി അഡോപ്റ്റ് ചെയ്ത് പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാവാൻ പറ്റണം എന്നില്ല. ഇനിയുള്ളത് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആണ്. ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഏറ്റവും വരാൻ കാരണം അവരുടെ ക്രെഡിബിലിറ്റിയാണ്. ക്രെഡിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ലോൺ വാങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ തിരിച്ചടക്കാൻ പറ്റാത്തൊരവസ്ഥ. മാത്രമല്ല, ഈ പറയുന്ന വളരെ പലിശകളൊക്കെ വാങ്ങുന്ന മണി ലെൻഡേഴ്സിന്റെ കയ്യിൽ നിന്ന് ഇവർ ഹ്യൂജ് എമൗണ്ട് കടം വാങ്ങിക്കും. അത് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു ഇഷ്യൂ. അപ്പോൾ ബാങ്കുകളൊന്നും ഇവർക്ക് പ്രോപ്പർ സെക്യൂരിറ്റീസ് ഇല്ലാതെ പൈസകൾ കൊടുക്കൂല. മാത്രമല്ല, ഇവർ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ വളരെ കുറവായിരിക്കൂലേ, അതുകൊണ്ട് ബാങ്കിന് ഇവരിൽ ട്രസ്റ്റ് ഉണ്ടാവില്ല. ആ ഒരു ഇഷ്യൂ ഇവർക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സ്കിൽഡ് മാൻ പവർ ആണ് ഇവർക്ക് വളരെ ലാക്ക് ആയിരിക്കും. ഒരുപാട് അടിപൊളിയായിട്ടുള്ള ലേബേഴ്സിന് സ്കിൽഡ് മാൻ പവർ എന്നുള്ളതിനേക്കാളും നിങ്ങൾക്ക് കുറച്ചും കൂടി കൺവീനിയന്റ് ആവുക
ലേബേഴ്സ് ആയിരിക്കും. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയൊന്നും ഇവർക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റില്ല, അവരെ അഫോർഡ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ ടെക്നോളജി ഓൾറെഡി നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു, അത് തന്നെ മതി. ഇനിയുള്ളത് ഇൻഎഡ്യൂക്കേറ്റ് ഫിനാൻസ്, ഓൾറെഡി നമ്മളിവിടെ ഫിനാൻഷ്യൽ ഇഷ്യൂസിനത് പറഞ്ഞു. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണുള്ളത്. നിങ്ങൾ വളരെ ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റാണിത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു ചോദ്യമാണ്. ചോദ്യം ഏതാണെന്നറിയോ? വാട്ട് ഈസ് ഹോൾസെയിൽ ട്രേഡ്? എക്സ്പ്ലെയിൻ എനി 7 ഫങ്ഷൻസ് ദാറ്റ് ആർ റെൻറ്റേഡ് ബൈ ഹോൾസെയിൽ ട്രേഡേഴ്സ് ടു മാനുഫാക്ചേഴ്സ്. എന്താണ് ഹോൾസെയിൽ ട്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഹോൾസെയിൽ ട്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്, സാധനങ്ങളാവാം സർവീസസ് ആവാം, അത് ലാർജ് ക്വാണ്ടിറ്റീസിലാണ്. ഇന്റർമീഡിയറീസ് അല്ലെങ്കിൽ എന്താ പറയുക, ഇന്റർമീഡിയറീസ് ആയിട്ട് നമുക്ക് ഹോൾസെയിൽ ട്രേഡേഴ്സിനെ കണക്കാക്കാം. വലിയ ക്വാണ്ടിറ്റിയിൽ സാധനങ്ങൾ വാങ്ങുന്നു, സാധനങ്ങൾ വിൽക്കുന്നു, അവരാണ് നമ്മുടെ ഹോൾസെയിൽ ട്രേഡേഴ്സ് എന്ന് പറയുന്നത്. ഇനി അവരുടെ ഫങ്ഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ മാനുഫാക്ചേഴ്സിനെ സഹായിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഇവിടെ നമ്മളോട് പെർട്ടിക്കുലർലി മാനുഫാക്ചേഴ്സിനോടുള്ള സഹായങ്ങൾ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മാനുഫാക്ചേഴ്സിന് എന്ത് ചെയ്യാം? ഒരുപാട് പ്രൊഡക്ഷൻസ് ഉണ്ടാക്കാനുള്ള സഹായം കൊടുക്കുന്നുണ്ട്. കാരണം ഇവരുടെ പേരിൽ തന്നെ ഈ ഗുഡ്സ് വാങ്ങിച്ച് ഇവരുടെ സ്റ്റോറേജിൽ സൂക്ഷിക്കുകയാണ്, വെയർ ഹൗസിൽ സൂക്ഷിക്കുകയാണ്. അപ്പോൾ ഇതിലൂടെ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങൾ അപ്പം തന്നെ അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്ന് ഒഴിവാവുകയും പിന്നീട് വലിയ രീതിയിൽ അവർക്ക് പ്രൊഡക്ഷൻ കണ്ടിന്യൂ ചെയ്യാനും സഹായകമാവും. അതുപോലെ തന്നെ ഇവരെന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ മാനുഫാക്ചേഴ്സിന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കും. ഈ പ്രൊഡക്റ്റ് ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് പലപ്പോഴും അവർക്ക് ഫുൾ എമൗണ്ട് കൊടുക്കും. ഇത് വിറ്റുപോയാലേ ഇവർക്ക് പൈസ കിട്ടുള്ളൂ എന്ന് ആലോചിക്കണം, ബട്ട് സ്റ്റിൽ ഫുൾ എമൗണ്ട് കൊടുക്കും. അത്തരത്തിൽ അവർക്ക് വീണ്ടും അവരുടെ ആക്ടിവിറ്റീസ് മുട്ടില്ലാതെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ആൻഡ് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, മാർക്കറ്റിൻ്റെ കണ്ടീഷൻ എന്തൊക്കെയാണ്, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മുടെ മാനുഫാക്ചേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത് ഹോൾസെയിലേഴ്സ് തന്നെയാണ്. ഹോൾസെയിലേഴ്സിന് ഇതൊക്കെ കിട്ടുന്നത് ചിലപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഡയറക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ റീറ്റെയിലേഴ്സിൻ്റെ അടുത്തു നിന്നായിരിക്കും. ഇനിയുള്ളത് മാർക്കറ്റിംഗ് ഫംഗ്ഷൻ സഹായിക്കുന്നുണ്ട്. എന്താ മാർക്കറ്റിംഗ് ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാമായി അല്ലേ, അഡ്വർടൈസിങ്, ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങിയിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണോ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ മാർക്കറ്റിംഗ് ഫംഗ്ഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ വെയർഹൗസിങ് ഇതൊക്കെ നമ്മുടെ ഹോൾസെയിൽ ട്രേഡേഴ്സ് മാനുഫാക്ചേഴ്സിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അതുകൂടാതെ പ്രൊഡക്ഷൻ കണ്ടിന്യൂറ്റി ഉണ്ടാക്കുന്നുണ്ട്. റിസ്ക് അവരുടെ പേരിലാണ് എടുക്കുന്നത്, ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനുള്ളൊരു മെത്തേഡ് അവർ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയുള്ളത് ഹോൾസെയിലേഴ്സ് ടേക്ക് ഡെലിവറി ഓഫ് ഗുഡ്സ് വെൻ ദീസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഫാക്ടറി ആൻഡ് കീപ് ദം ഇൻ ദെയർ ഗോഡൗൺസ്. പ്രൊഡക്ഷൻ കണ്ടിന്യൂറ്റിയുടെ ഒപ്പം തന്നെ ഇവർ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് ഗുഡ്സ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. മാനുഫാക്ചേഴ്സിന് ഈ പറയുന്ന ട്രാൻസ്പോർട്ടേഷൻ, ഇന്റർമീഡിയറി ഫങ്ഷൻസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇതൊക്കെ ഹോൾസെയിലേഴ്സ് തന്നെ ചെയ്യും. അതുപോലെ നിങ്ങളോട് എന്ത് ചോദ്യം കൂടി ചോദിക്കാം? നമ്മുടെ റീറ്റെയിലേഴ്സ് മാനുഫാക്ചേഴ്സിനും അതുപോലെ തന്നെ ഹോൾസെയിലേഴ്സിനും എന്തൊക്കെ സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതുകൂടി നിങ്ങളൊന്ന് കവർ ചെയ്യണം. ഇനി എവറിത്തിങ് അണ്ടർ വൺ റൂഫ്, ഐഡന്റിഫൈ ദ ബിസിനസ് ഓർഗനൈസേഷൻ മെൻഷൻഡ് ഹിയർ. എല്ലാം ഒരു കുടക്കീഴിലാണ്. ഏത് ടൈപ്പ് ഓഫ് ബിസിനസ്സിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ 4 ഫീച്ചേഴ്സും 3 മെറിറ്റ്സും എഴുതണം. ഇവിടെ നമ്മൾ ആരെക്കുറിച്ചാണ് പറയുന്നത്? ഇവിടെ നമ്മൾ പറയുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറിനെ കുറിച്ചിട്ടാണ്. ആരെക്കുറിച്ചാ? ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ്. അപ്പോൾ ഇത് നമ്മൾ എന്ത് എഴുതണം? അവരുടെ ഫീച്ചേഴ്സും മെറിറ്റ്സും എഴുതണം. ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലാർജ് സൈസ് ആണ്, സെൻട്രൽ ലൊക്കേഷൻ ആണ്, അതായത് ഭയങ്കരമായ ആൾക്കാരുടെ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ സിറ്റിയുടെ സെൻട്രൽ ലൊക്കേഷൻസിലൊക്കെയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക. ഒരുപാട് ടൈപ്സ് ഓഫ് ഗുഡ്സ് ഇവരിവിടെ ക്യാരി ചെയ്യുന്നുണ്ടാവും, സ്പെഷ്യലൈസേഷൻസ് ഉണ്ടാവും, അട്രാക്റ്റീവ് ആയിട്ടുള്ള അപ്പിയറൻസിലായിരിക്കും ഇവ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക. ഇനി ഇതിൻ്റെ മെറിറ്റ്സ് നോക്കുകയാണെങ്കിലോ, ബൾക്കായിട്ടാണ് ഇവർ പർച്ചേസ് ചെയ്യുക. അവർക്ക് ഒരുപാട് ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ് ഉണ്ടാവും, അവിടത്തേക്കൊക്കെ വേണ്ടിയിട്ട് ഇവർ സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് ആണ് നടക്കുക. അപ്പോൾ അവർക്ക് ചെറിയ എമൗണ്ടിൽ സാധനങ്ങൾ കിട്ടാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. പിന്നെ വൈഡ് വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു ഉപകാരം തന്നെയാണ്. പിന്നെ ആൾക്കാർക്ക് എത്ര ചോയ്സ് വേണമെങ്കിലും അവിടെ ഉണ്ടാവും. നമുക്ക് നമ്മുടെ ചോയ്സിന് സാധനങ്ങൾ എടുക്കാനുള്ളൊരു ഓപ്ഷനും ഇവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ഇനി ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ് ടു എ നേഷൻ? ഒരു രാജ്യത്തിന് ഇന്റർനാഷണൽ ബിസിനസ് എന്താണ്, എന്ത് ബെനിഫിറ്റ്സ് ആണുള്ളത് നമുക്ക് നോക്കാം. ഒരുപാട് കമ്പനീസ് നമ്മുടെ രാജ്യത്ത് വന്ന് കച്ചവടം ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരുപാട് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും അല്ലേ? അതുകൂടാതെ നമ്മുടെ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യും, റവന്യൂ ഇൻക്രീസ് ചെയ്യും.
റിസ്ക് മാനേജ്മെന്റ് നമ്മൾ കുറച്ചും കൂടി അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. കൂടാതെ നമുക്ക് വെറൈറ്റി ഓഫ് ഗുഡ്സ് കസ്റ്റമേഴ്സിന് അവൈലബിൾ ആയിരിക്കും. ദെൻ കൺട്രികൾ തമ്മിൽ നല്ല റിലേഷൻസ് ഉണ്ടാവും. ദെൻ കമ്പനി റെപ്യൂട്ടേഷൻ കൂടാനുള്ള സാധ്യതയുണ്ട്. ദെൻ ഓപ്പർച്യൂണിറ്റീസ് ടു സ്പെഷ്യലൈസ്, നമുക്ക് ഓരോ മേഖലകളിൽ സ്പെഷ്യലൈസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ലഭ്യമാകുന്നതായിരിക്കും. ഇനി 4 മാർക്കിന്റെ ഒരു ചോദ്യമാണ്, 2 മാർക്ക് ഈച്ച് ആണ്. മെയ്റ്റ് റെസിപ്റ്റും ബിൽ ഓഫ് ലേഡിങ്ങും എന്താണ് എന്ന് പറയണം. എന്താ മെയ്റ്റ് റെസിപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാ ഇഷ്യൂ ചെയ്യുന്നത്? ഷിപ്പിംഗ് ഓഫീസർ അല്ലെങ്കിൽ കമാൻഡിംഗ് ഓഫീസർ ആണ്, ഷിപ്പിന്റെ കമാൻഡിംഗ് ഓഫീസർ ആണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. കാർഗോ അല്ലെങ്കിൽ സാധനങ്ങൾ നമ്മൾ ഷിപ്പിലേക്ക് കയറ്റിയതിന് ശേഷമാണ് ഈ ഒരു മെയ്റ്റ് റെസിപ്റ്റ് നമുക്ക് ഇഷ്യൂ ചെയ്യുന്നുണ്ടാവുക. ഇതിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? ഏത് വെസലിലാണ്, ഇത് ഏത് ബേർത്തിലാണ്, എപ്പോഴാണ് ഷിപ്പ് ചെയ്തത്, പാക്കേജസിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് തുടങ്ങിയ ഗുഡ്സിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഈ മെയ്റ്റ് റെസിപ്റ്റിൽ ഉണ്ടാവും. ഇനിയുള്ളത് നമ്മുടെ ബിൽ ഓഫ് ലേഡിംഗ് ആണ്. സോ ഷിപ്പിംഗ് കമ്പനിയാണ് ഇതും ഇഷ്യൂ ചെയ്യുന്നത്. എപ്പോഴാണ്? സാധനങ്ങൾ ഷിപ്പിൽ കയറ്റിയതിന് ശേഷം. പക്ഷെ ഇതിനകത്ത് ഗുഡ്സിന്റെ ടൈറ്റിലാണ് ഉണ്ടാവുക. അതായത് ഗുഡ്സിന്റെ ഓണർഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് ബിൽ ഓഫ് ലേഡിംഗ് എന്ന് പറയുന്നത്. ഇനി ഡൊമസ്റ്റിക് ബിസിനസ്സും ഇന്റർനാഷണൽ ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസ് സാധാരണയായിട്ട് 4 മാർക്കിനുള്ള ഒരു ചോദ്യമാണ് ഉണ്ടാവുക. എന്തൊക്കെയുണ്ട്? നമുക്ക് 3 പോയിന്റ്സ് ഒന്നിച്ച് പഠിക്കാം. അല്ല, എപ്പോഴും നമ്മൾ അങ്ങനെയല്ലേ പഠിക്കുക? ബയേഴ്സും സെല്ലേഴ്സും, മിഡിൽ മെൻസ്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഈ 3 കേസ് നമുക്ക് ആദ്യം നോക്കാം. ബയേഴ്സും സെല്ലേഴ്സും എന്തായിരിക്കും? ഒരേ രാജ്യത്ത് തന്നെ ഉള്ളവരായിരിക്കും അല്ലേ? അതുപോലെ മിഡിൽ മെൻസും അതേ രാജ്യത്ത് തന്നെയാണ് സാധാരണയായിട്ട് ഉണ്ടാവുക. പക്ഷെ ഇവിടെയാണെങ്കിൽ ഡിഫറെന്റ് കൺട്രീസിലുള്ള ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സും മിഡിൽ മെൻസും ഡിഫറെന്റ് നേഷൻസിലുള്ള ആൾക്കാരായിരിക്കും. ആൻഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഇതൊക്കെ പരസ്പരം മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. പക്ഷേ ഇന്ത്യയിലുള്ള ഒരു ലേബറിന് അമേരിക്കയിലേക്ക് പോകണമെങ്കിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇന്ത്യയിലുള്ള ഒരു റിസോഴ്സിന് അല്ലെങ്കിൽ ഒരു റോ മെറ്റീരിയലിന് അർജന്റീനയിലേക്ക് പോകണമെങ്കിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. സോ ഇവിടെ നമുക്ക് റെസ്ട്രിക്ഷൻസ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. മാത്രമല്ല ഡൊമസ്റ്റിക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഹോമോജീനിയസ് ആയിരിക്കും, ഒരേ നേച്ചർ തന്നെയായിരിക്കും. ഇന്ത്യയിൽ എവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഡിഫറെന്റ് കൾച്ചേഴ്സ് ഉണ്ടെങ്കിൽ കൂടി അതിനൊരു കോമൺ സ്വഭാവമുണ്ട്. പക്ഷെ ഇന്റർനാഷണൽ ബിസിനസ്സിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള മാർക്കറ്റാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ആ ഒരു ഹോമോജീനിറ്റി നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കണം. ഉറപ്പാണ് ഈ ക്വസ്റ്റ്യൻസ് പഠിക്കാണ്ട് പോയി കഴിഞ്ഞാൽ ഇതൊഴികെ ബാക്കി എല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നാണെങ്കിൽ ഓക്കെ ഫൈൻ, നിങ്ങൾ പാസ്സാവും. ഇനി അതല്ല ഇതൊന്നും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ 2 വീഡിയോസിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് വളരെ മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. കാരണം ഇത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സുന്ദരമായിട്ട് പാസ്സാവാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ മറക്കണ്ട, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഫൈനൽ എക്സാം ആണ് വരുന്നത്, വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. ഉഷാറാക്കുക.